ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കാർ ഡ്രൈവിംഗിൽ ഒരുപാട് ബിഗിനേഴ്സിന് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അനാവശ്യമായിട്ട് ഗിയർ മാറ്റുന്ന സ്വഭാവ രീതി ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിലുണ്ട്. നമ്മൾ ഗിയർ ഡ്രൈവ് ചെയ്തു പോകുന്നതിനിടയിൽ അനാവശ്യമായിട്ട് മാറ്റിക്കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത്, വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ വണ്ടി നിന്നു പോകാൻ സാധ്യതയുണ്ട്, വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് കുറയാൻ സാധ്യതയുണ്ട്, ഡ്രൈവ് ചെയ്യുന്നതിന് താളം മാറാനായിട്ടുള്ള സാധ്യതയൊക്കെ ഡ്രൈവിങ്ങിൽ ഉണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പ്രോപ്പറായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ആണ് നമ്മൾ ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കേണ്ടത്. അനാവശ്യമായിട്ട് ഗിയർ അപ്പ് ആൻഡ് ഡൗൺ ഡ്രൈവിങ്ങിൽ ഒരിക്കലും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് അനാവശ്യമായിട്ട് ഗിയർ മാറ്റുന്ന സ്വഭാവ രീതി ഡ്രൈവിങ്ങിൽ എങ്ങനെ മാറ്റാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെൽ ഐക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ്. ഒപ്പം തന്നെ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ ഈ ഒരു പ്രോബ്ലം എപ്പോഴും തന്നെ സംഭവിക്കാറുണ്ട്. കാരണം അനാവശ്യമായിട്ട് ഗിയർ മാറ്റുന്ന ഒരു സ്വഭാവ രീതി. ചില ആൾക്കാരെ സംബന്ധിച്ച് വാഹനം ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അനാവശ്യമായിട്ടാണ് ഞാൻ ഗിയർ മാറ്റുന്നത്, അല്ലെങ്കിൽ ഞാൻ ഡ്രൈവിങ്ങിൽ ഇത്തരത്തിലുള്ള മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് പോലും പല ആൾക്കാർക്കും കിട്ടാതെയും വരുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ ചെയ്യുന്ന അനാവശ്യമായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് മെത്തേഡ് എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും, ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങൾ നോക്കുക, ക്ലച്ചിലും ബ്രേക്കിലും വരുന്നു. വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് ഞാൻ ഇവിടെ വണ്ടി എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുകയാണ്. ചെറിയൊരു സ്ലോപ്പിലാണ് വണ്ടി എടുക്കുന്നത്. വണ്ടി എടുത്തിട്ട് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇട്ടു, ക്ലച്ചിൽ നിന്ന് കാലെടുത്തു. നിങ്ങൾ നോക്കിയേ, വണ്ടി ഓഫായി പോയി. ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഒരുപാട് പേർക്ക് സംഭവിക്കാറുണ്ട്. നിങ്ങൾ നോക്കുക, ഞാൻ ചെറിയൊരു സ്ലോപ്പിലാണ് വണ്ടി എടുത്തത്. വണ്ടി എടുത്തിട്ട് അനാവശ്യമായിട്ട് ഞാൻ സെക്കൻഡ് കൊടുത്തത് കൊണ്ട് വണ്ടി ഓഫായി പോയി. നിങ്ങളിൽ പല ആൾക്കാർക്ക് ഈ ഒരു മിസ്റ്റേക്ക് ഡ്രൈവിങ്ങിൽ സംഭവിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് വണ്ടി ഓഫായി പോകുന്ന പോലെ ഒരു പ്രതീതി നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ വന്നിട്ടില്ലേ? അപ്പം ഇങ്ങനെയല്ല നമ്മൾ സെക്കൻഡ് ഡ്രൈവിങ്ങിൽ കൊടുക്കേണ്ടത്. നമ്മൾ ഇതുപോലെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ ഫസ്റ്റ് ഗിയറിൽ വന്ന് നമ്മളൊരു വാഹനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ടയറിൻ്റെ റണ്ണിങ് മനസ്സിലാക്കണം. ഇപ്പം നിങ്ങൾ നോക്കി, ഞാൻ ഫസ്റ്റ് ഗിയറിൽ എടുത്തപ്പോൾ ടയർ ഇങ്ങനെ പതുക്കെയാണ് റണ്ണാകുന്നത്. ഇങ്ങനെ പതുക്കെ റണ്ണാകുന്ന സമയത്ത് ഞാൻ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഗിയറിൽ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ വണ്ടി പോകില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടയറിൻ്റെ ഈ പതുക്കെയുള്ള റണ്ണിങ്ങിനെ നമ്മൾ കൂട്ടണം. അതായത് ഫസ്റ്റ് ഗിയറിൽ നമ്മൾ കൂട്ടണം. ഇപ്പം ഞാൻ അതിനാണ് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നത്. ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഇതുപോലെ ഇത്തിരി സ്പീഡാക്കുമ്പോഴത്തേന് നമ്മുടെ ടയറിൻ്റെ കറക്കം കൂടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയർ ഇടുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. ഇപ്പം നിങ്ങൾ നോക്കിയേ, വണ്ടി ഓഫായോ? ഓഫായില്ല. അടുത്ത ഗിയർ കൊടുത്തത് ടൈമിങ്ങിലായിരുന്നു. കറക്റ്റായിട്ട് എനിക്ക് സെക്കൻഡ് ഗിയർ ഇടാനായിട്ട് കഴിഞ്ഞു. എന്നിട്ട് വീണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പോകുന്ന ടയറിൻ്റെ കറക്കത്തെ തീർത്തും കുറയ്ക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ഗിയറിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിൽ വണ്ടി പോകത്തില്ല. അപ്പോൾ ഇപ്പോൾ പോകുന്ന ആ ഒരു ടയറിൻ്റെ കറക്കം അല്ലെങ്കിൽ ആ സ്പീഡിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആക്സിലറേഷൻ കൊടുക്കണം. അപ്പം ഇങ്ങനെ ആയിരിക്കണം നമ്മൾ രണ്ടാമത്തെ ഗിയർ കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്ക് നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. ഇനി നമ്മൾ തേർഡ് ഗിയറിലേക്ക് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് ചില ആൾക്കാർ ചെയ്യുന്നത്, ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് കണ്ടു, സെക്കൻഡ് ഇങ്ങനെ വരുന്നു, ഇവിടെ സ്ട്രെയിറ്റ് റോഡ് കണ്ടു, എന്നാൽ ക്ലച്ച് പിടിച്ച് കൊടുത്തേക്കാം എന്ന് പറഞ്ഞാൽ തേടം കൊടുക്കും, ക്ലച്ചിൽ നിന്ന് എടുക്കും. അപ്പോൾ വണ്ടിക്ക് ഒരു തുമ്മൽ വരും. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, വണ്ടി ഇവിടെ ഓഫായി പോയി. കണ്ടോ വണ്ടി അവിടെ നിന്നുപോയി. ഈ നിന്ന് പോകുന്നത് മനസ്സിലാക്കിയിട്ട് പോലും പല ആൾക്കാർ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്താൻ കഴിയത്തില്ല. ഇവിടെ വണ്ടി എഞ്ചിൻ ഇടിച്ചാണ് ഓഫായത്. അപ്പോൾ ഇവിടെ തേർഡ് കൊടുക്കുന്നതും ഇങ്ങനെയല്ല, മനസ്സിലായി? ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു, ടയറിൻ്റെ കറക്കത്തെ കൂട്ടുന്നു, ആക്സിലറേഷൻ കൊടുത്ത് കൂട്ടുന്നു, എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇട്ടുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് രണ്ടാമത് ഗിയറിൽ വന്നു. ഇനി ഒരു നിരപ്പായിട്ടുള്ള റോഡ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ടയറിൻ്റെ കറക്കത്തെ വീണ്ടും കൂട്ടണം. അതായത് തേർഡ് ഗിയറിൽ പോകാനായിട്ടുള്ള ഒരു സ്പീഡ് നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് ആക്കുകയാണ്. അതിനെന്ത് ചെയ്യുന്നു, ആക്സിലറേഷൻ നല്ല രീതിയിൽ അങ്ങ് കൊടുക്കുക. വണ്ടി അത്യാവശ്യം ചലനമായതിന് ശേഷം എന്ത് ചെയ്യണം, ക്ലച്ച് പിടിക്കുക, തേർഡ് ഗിയറിലേക്ക് ഇടുക, ക്ലച്ചിൽ നിന്ന് കാലയ്ക്ക്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് പോകാനായിട്ട് കഴിയും. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കി, ഞാനൊരു ഇറക്കം കൂടിയ റോഡും അതുപോലെ തന്നെ തേർഡ് ഗിയറിലുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ആ ടയറിൻ്റെ കറക്കത്തെ ഒരുപാട് കുറയ്ക്കാനായിട്ടുള്ള രീതിയിൽ ഞാൻ ബ്രേക്ക് ചെയ്ത് കൊടുത്താൽ മൂന്നാമത്തെ ഗിയറിൽ എൻ്റെ വണ്ടി ഓഫായി പോകും. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മളൊരു ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ വരുന്ന ഗിയർ മനസ്സിലാക്കിയിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യാനായിട്ട് പഠിക്കണം. നമ്മൾ വരുന്ന ഗിയർ തേർഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊള്ളിച്ചൊന്ന് തൊട്ട് മാത്രം, ഈ സ്പീഡ് ഒരുപാട് കൂടാത്ത എന്നാൽ സ്പീഡ് ഒരുപാട് കുറയാത്ത പരുവത്തിന് വേണം നമ്മൾ ബ്രേക്കിനെ യൂസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് തേർഡ് ഗിയറിൽ വളരെ സുഖകരമായിട്ട് വാഹനം
വാഹനം ഇറങ്ങി വരാൻ കഴിയും. ഇപ്പം ഞാൻ അത്രയും ശ്രദ്ധിച്ച് ഒരുപാട് ചവിട്ടിയൊന്നും അല്ല ബ്രേക്ക് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം ഒന്ന് സ്ലോ ആകാനായിട്ടുള്ള ഒരു ബ്രേക്ക് മാത്രമാണ് ഡ്രൈവിങ്ങിൽ കൊടുത്തേക്കുന്നത്. അപ്പം വളരെ സുഖകരമായിട്ട് എനിക്ക് വരാൻ കഴിയും. എന്നിട്ട് ഈ സ്പീഡ് തന്നെ നിലനിർത്തി തന്നെ വീണ്ടും ഞാൻ തേർഡ് ഗിയറിൽ ആക്സിലറേഷൻ കൊടുക്കും ഈ സ്പീഡ്. അപ്പോൾ എൻ്റെ വാഹനം എന്ത് ചെയ്യും? ഓഫ് ആകാതെ ഡ്രൈവ് ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾക്ക് അനാവശ്യമായിട്ട് ഡ്രൈവിങ്ങിൽ ഗിയർ മാറ്റുന്ന മറ്റൊരു രീതി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അതായത് ഇതുപോലെ തേർഡ് ഗിയറിലൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് പേര് ചെയ്യുന്നതാണ്, ഒരു വളവോ അല്ലെങ്കിൽ ഒരു ഇറക്കമൊക്കെ കാണുന്ന സമയത്ത് ഇവിടെ ഒരു വളവുണ്ട്, ഒരു ഇറക്കമാണെന്ന് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ക്ലച്ച് പിടിച്ചിട്ട് ഉടനെ സെക്കൻഡ് കൊടുക്കുന്ന ഒരു രീതി ഒരുപാട് പേര് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളെ ജസ്റ്റ് ആ ഉദാഹരണം ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ പുറകിലൊരു വണ്ടിയുണ്ട്, അതൊന്ന് കയറിപ്പോട്ടെ. നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഒരു വളവ് കണ്ടു. വളവ് കണ്ടാൽ ഉടൻ തന്നെ എന്ത് ചെയ്യും? ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇടും, ക്ലച്ച് ചെയ്യുന്ന ഒറ്റക്കാലെടുക്കും. അപ്പം വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ജെർക്ക് വരും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വളവിൽ നമ്മൾ അത് ഇടേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? എന്നാൽ നമ്മൾ ഇടേണ്ട വളവെന്ന് പറഞ്ഞാൽ നല്ല ടേണുകൾ എടുക്കുന്ന വളവ്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇവിടെ നല്ല വളവാണ്, അവിടെ നിന്ന് ഒരു വണ്ടി കയറി വന്നാൽ എനിക്ക് കാണത്തില്ല. അപ്പം ഞാനിവിടെ ബ്രേക്ക് വന്ന് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയർ കൊടുക്കും. എന്നിട്ട് എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ട്. കാരണം ഇടുങ്ങിയ റോഡായതുകൊണ്ട് തന്നെ ക്ലച്ചിലും ബ്രേക്കിലും തന്നെ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അതായത് ഫുൾ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് നമ്മൾ സെക്കൻഡ് ഗിയർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇറങ്ങി വരിക. വണ്ടികളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ച് റിലീസ് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയായിരിക്കണം നിങ്ങൾ സെക്കൻഡ് ഗിയർ കൊടുക്കേണ്ടത്. അല്ലാതെ ഒരു വളവ് കണ്ടാൽ അനാവശ്യമായിട്ട് നമ്മൾ ചുമ്മാ സെക്കൻഡ് ഗിയർ കൊടുക്കരുത്. നമുക്ക് അത്യാവശ്യം പോകാൻ പറ്റാവുന്ന പരുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വരുന്ന തേർഡ് ഗിയർ തന്നെ പോവുക. എന്നിട്ട് നമുക്ക് വരുന്ന വരവനുസരിച്ച് സ്വയമായിട്ട് തന്നെ എന്ത് ചെയ്യണം? നമുക്ക് ഈ വളവിൽ ഇനി പോകില്ല എന്ന് മനസ്സിലാക്കിയിട്ട് സ്വയമായിട്ട് ഗിയർ ഇടണം. അപ്പോൾ ഇങ്ങനെയുള്ള വളവുകളെ നിങ്ങൾ ഈ രീതിയിൽ മനസ്സിലാക്കുക. ഓക്കെ, ഇനി വീണ്ടും നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡ് വന്നു. ഇപ്പം ചില ആൾക്കാർ എന്ത് ചെയ്യും? വീണ്ടും സ്ട്രൈറ്റ് റോഡ് കാണുന്ന സമയത്ത് ഉടനെ ക്ലച്ച് പിടിച്ച് തേടിടും. എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലായിരിക്കും. അപ്പം വണ്ടി മുന്നോട്ട് പോകാൻ ഒരു മടി കാണിക്കും. പിടിച്ച് ചിലപ്പോൾ ആക്സിലറേഷൻ കൊടുക്കുന്നതുകൊണ്ട് വണ്ടിയുടെ എഞ്ചിൻ ഇടിച്ച് ആക്സിലറേഷൻ കൊടുത്ത് അനുസരിച്ച് ചിലപ്പോൾ അങ്ങ് നീങ്ങിപ്പോവും. മനസ്സിലായി? അങ്ങനെ കൊടുക്കരുത്. നമ്മളൊരു സെക്കൻഡ് ഗിയർ വരുന്നു, ഒരു നിരപ്പായിട്ടുള്ള റോഡ് കണ്ടാൽ ഇത്തിരി ആക്സിലറേഷൻ കൊടുക്കുക. അത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യുക. എന്നിട്ട് തേടിട്ടോ, അപ്പോൾ നമ്മുടെ വണ്ടി ഓഫായി പോകത്തില്ല. ഇനി ഫോർത്ത് ഗിയർ കൊടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ ആക്സിലറേഷൻ കൊടുത്തിട്ടേ നാലാമത്തെ ഗിയർ ഇടാവുള്ളൂ. ചുമ്മാ ക്ലച്ച് പിടിച്ച് 4 ഇടരുത്. നമുക്ക് ചുമ്മാ ക്ലച്ച് പിടിച്ച് ഇടാൻ പറ്റുന്ന തേർഡ് ഗിയറിൽ നിന്ന് ഫോർത്ത് ഗിയർ ഇടാൻ പറ്റുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഒരു ഇറക്കത്ത് നിങ്ങൾ മൂന്നാമത്തെ ഗിയറിൽ ഡ്രൈവ് ചെയ്ത് പോകുന്നു, അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഒന്ന് അയച്ച് ക്ലച്ച് പിടിച്ച് നിങ്ങൾക്ക് 4 ഇടുന്നതിൽ തെറ്റില്ല. അല്ലാത്ത പക്ഷേ ഏത് റോഡിലായിക്കോട്ടെ, ഒരു നിരപ്പായിട്ടുള്ള റോഡിലായിക്കോട്ടെ, ചുമ്മാ ക്ലച്ച് പിടിച്ച് 4 ഇടരുത്, വണ്ടി ഓഫായി പോകും. ഇതുപോലെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക, എന്നിട്ട് ക്ലച്ച് പിടിച്ച് 4 ഇടുക. എന്നിട്ട് ക്ലച്ച് ചെയ്യാൻ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുമ്പോഴും വളരെ സുഖകരമായിട്ട് തന്നെ നമുക്കിത് ഈ റോഡ് നാലാമത്തെ ഗിയറിൽ ഇതുപോലെ നമുക്ക് വളരെ സുഖകരമായിട്ട് വരാനായിട്ട് കഴിയും. ഇനി നിങ്ങൾ അനാവശ്യമായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ചില ആൾക്കാർക്ക് ഡ്രൈവിങ്ങിൽ ഇപ്പം ഇവിടെയൊക്കെ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നേരത്തെ ഷിഫ്റ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾ നോക്കിയേ, അതായത് വണ്ടി മുന്നോട്ട് പോകത്തില്ല എന്ന് ഉറപ്പ് വരുത്തി. ഇപ്പോൾ ഇങ്ങനെ ഫോർത്ത് വരുന്നു, ഇവിടെ ഒരു കയറ്റമുണ്ട്, കയറ്റം കയറുമ്പോൾ തേർഡ് കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്ന എടുക്കരുത്, വണ്ടി ഓഫായി പോകും. ഞാനിപ്പോൾ ഇച്ചിരി നേരത്തെ ചെയ്തു. ഇത് നിങ്ങൾ നോക്കുക, ഇപ്പോൾ വണ്ടി തേർഡ് ഗിയർ പോകാൻ മടി കാണിച്ചു. കാരണം ഞാൻ എന്താണ് ഇച്ചിരി കൂടെ ടൈമിങ്ങിൽ ഇച്ചിരി കൂടെ മുന്നേ ഇട്ട് കൊടുക്കണമായിരുന്നു. മനസ്സിലായോ? ഇച്ചിരി കൂടെ മുന്നേ ഇട്ട് തേർഡ് കൊടുത്തിട്ട് കയറ്റം തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം? സെക്കൻഡ് കൊടുക്കണം. മനസ്സിലായോ? അപ്പം അതൊരു അനാവശ്യമായിട്ടുള്ളൊരു ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. അതായത് 2 ഗിയറുകളെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ടൈമിങ്ങിൽ ഡൗൺ ചെയ്യാനായിട്ട് മറന്നു പോകുന്ന സാഹചര്യങ്ങൾ ഡ്രൈവിങ്ങിൽ വരും. എന്നിട്ട് ഏതെങ്കിലും ഒരു ഗിയർ ഇട്ടങ്ങ് പോകും. അതായത് സെക്കൻഡ് പോകേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ, ഡൗൺ ചെയ്ത് പോകേണ്ട സാഹചര്യം ഒരു കയറ്റത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തേടി പോകാനായിട്ട് ശ്രമിക്കും. അപ്പോൾ എന്ത് ചെയ്യും? വണ്ടി ഓഫായി പോകും. അപ്പം നിങ്ങൾ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന റോഡിൻ്റെ സാഹചര്യങ്ങൾ ഡ്രൈവിങ്ങിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിങ്ങനെ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഫോർത്തിൽ പോകുന്നു, ഇവിടെ ഒരു വളവോ ഒരു ചെറിയ കയറ്റമോ ഒക്കെ കണ്ടു. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അഡ്വാൻസ് ക്ലച്ച് പിടിച്ച് തേടിടണം. അല്ലാതെ കയറ്റം കയറി തുടങ്ങിയിട്ട് നിങ്ങൾ തേടിടരുത്. അത് അനാവശ്യമായിട്ടുള്ള ഷിഫ്റ്റിംഗ് ആണ്. അഡ്വാൻസ് ചെയ്ത് ഡൗൺ ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള ടൈമിങ്ങിലുള്ള ഷിഫ്റ്റിംഗ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വീണ്ടും റോഡ് സ്ട്രൈറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇത്തിരി മൂവ്മെൻറ്റ്സ് നൽകി ഫോർത്തിലേക്ക് ഇടുന്നു. ഇനിയിപ്പോൾ ഇതുപോലെയൊക്കെ വരുന്ന സമയത്ത് എതിരെ ഒരു വണ്ടി വരുന്നു, ഞാൻ എൻ്റെ വണ്ടി ഇത്തിരി വെളിയിലേക്ക് ഇറക്കി, ക്ലച്ചിലും ബ്രേക്കിലും വന്നു, എന്നിട്ട് ടൈമിങ്ങിൽ അഡ്വാൻസ് തേട് കൊടുത്തു. അതായത് ആ സൈഡിൽ നിന്ന് വാഹനത്തെ റോഡിലേക്ക് കയറ്റാനായിട്ട് എന്ത് ചെയ്തു? അഡ്വാൻസ് ഫോർത്തിൽ നിന്ന് തേടി കൊടുത്തു. ചില ആൾക്കാർ അവിടെ നിന്ന് കയറ്റം ഒന്ന് കയറി ആ സൈഡിൽ നിന്ന് കയറി റോഡിൽ വണ്ടി വന്നിട്ട് മൂന്നിടും. അപ്പോൾ എന്ത് ചെയ്യും? മൂന്നാമത്തെ ഗിയർ അല്ലെങ്കിൽ തേർഡ് ഗിയറിൽ വാഹനം പോകാൻ മടി കാണിച്ചിട്ട് നിന്ന് പോകും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അഡ്വാൻസ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മൾ ഇവിടെ ഒരു വാഹനത്തെ ഒതുക്കി കൊടുക്കാനായിട്ട് ക്ലച്ചിലും ബ്രേക്കിലും വന്ന് നമ്മൾ വണ്ടി സൈഡ് ഒതുക്കി കൊടുത്തിട്ട് നമ്മൾ വീണ്ടും റോഡിലേക്ക് കയറുമല്ലോ. കയറുന്നതിന് മുന്നേ സെക്കൻഡ് അങ്ങ് കൊടുത്തേക്കണം. തേർഡിലാണ് വരുന്നതെങ്കിൽ സെക്കൻഡ് കൊടുത്ത് ക്ലച്ച് അയച്ച് നമ്മൾ റോഡിലേക്ക് കയറുക. അല്ലാതെ വന്ന ഗിയറിൽ നിന്ന് റോഡിലേക്ക് കയറാൻ നോക്കരുത്. ചിലപ്പോൾ എന്ത് ചെയ്യും? അവിടെ വണ്ടി ഓഫായി പോകാനായിട്ട് സാധ്യതയുണ്ട്. കാരണം നമ്മുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെ റൊട്ടേഷൻ തീർന്നു വരികയാണ്, അല്ലെങ്കിൽ കറക്കം തീർന്നു വരികയാണ്, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ സ്പീഡ് കുറഞ്ഞു വരികയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യാൻ. ഇനി ഇതുപോലെയുള്ള ഒരു ജംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ
നിങ്ങൾക്കൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ഇറക്കം കൂടിയ ജംഗ്ഷൻ ആണെങ്കിൽ ജസ്റ്റ് ക്ലച്ച് ഫുൾ ചവിട്ടുക, എന്നിട്ട് ബ്രേക്ക് അയച്ചയച്ച് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാം. ഒരു ഇറക്കം കൂടി ജംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ സുഖകരമായിട്ട് ഇറങ്ങിപ്പോകാം. എന്നാലും നമ്മളൊരു നിരപ്പായിട്ടുള്ള ഒരു ജംഗ്ഷനിലാണെങ്കിൽ എന്ത് ചെയ്യണം? നിരപ്പായിട്ടുള്ള ഒരു ജംഗ്ഷനിലാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കണം. മനസ്സിലായോ? അതുപോലെ തന്നെ ഒരു കയറ്റം കൂടിയ ജംഗ്ഷൻ ആണെങ്കിലും നിർബന്ധമായിട്ട് നമ്മൾ ആ ജംഗ്ഷൻ ടേണ് ലെഫ്റ്റോ റൈറ്റോ സ്ട്രൈറ്റോ ഒക്കെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ നിർബന്ധമായിട്ടും ഫസ്റ്റ് ഗിയർ ഡ്രൈവിങ്ങിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾ ഡ്രൈവിങ്ങിൽ അനാവശ്യമായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന കുറേ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി വാഹനം നിർത്തുന്ന സമയത്തും നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒരുപാട് മിസ്റ്റേക്ക് ഗിയർ ഷിഫ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഫോർത്ത് ഗിയർ കൊടുത്ത് ഇങ്ങനെ പോവാണ്. ഓക്കെ, എനിക്ക് വാഹനം ആ സൈഡിൽ കൊണ്ട് നിർത്തണം. അതെ, അവിടെ സൈഡ് ഒതുക്കി നിർത്തണം. അപ്പം നിങ്ങളിൽ പല ആൾക്കാർ വന്ന ഗിയറിൽ വന്ന് വാഹനം സൈഡ് ഒതുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യരുത്. നേരത്തെ ഫോർത്തിൽ നിന്ന് തേർഡ് കൊടുക്കുക, എന്നിട്ട് പതിയെ സൈഡിലേക്ക് വരിക, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? തേർഡിലാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് സെക്കൻഡ് കൊടുക്കണം. സെക്കൻഡ് കൂടെ കൊടുത്തിട്ട് നിങ്ങൾ പതിയെ സൈഡിലേക്ക് ഇങ്ങനെ ഒതുക്കിക്കോ, പ്രശ്നമില്ല. എന്നിട്ട് ഒതുക്കി നിർത്താൻ നേരത്ത് ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വരിക. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ വാഹനത്തെ സൈഡിലേക്ക് ചേർത്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഇങ്ങനെയാണ് സാധാരണ ഒട്ടുമിക്ക ഡ്രൈവേഴ്സ് ചെയ്യുന്നത്. അല്ലാതെ ആദ്യം തന്നെ ഫസ്റ്റ് ഗിയറിലേക്ക് വന്ന് ഒതുക്കുക അല്ല ചെയ്യുന്നത്. ഫോർത്തിൽ വന്നാൽ തേർഡ് കൊടുത്ത് സൈഡിലേക്ക് ഒതുങ്ങി തുടങ്ങി പരമാവധി സൈഡിലേക്ക് ചേർക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും? സെക്കൻഡ് ഗിയറും കൂടെ അങ്ങ് കൊടുക്കും. സെക്കൻഡ് ഗിയറും കൂടെ അങ്ങ് കൊടുത്ത് വാഹനം സൈഡിലേക്ക് ഒതുങ്ങി ചേർന്ന് തുടങ്ങുന്ന സമയത്ത് വണ്ടിയെ പതിയെ അവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്യും? ഒന്നും കൂടെ ചേർത്ത് ഫസ്റ്റ് കൊടുക്കും. അപ്പോൾ നമുക്ക് ചേർത്ത് ഒതുക്കി ഒരു സൈഡിൽ വാഹനത്തെ പതിയെ നിർത്താനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഡ്രൈവിങ്ങിൽ ഗിയർ ഇടേണ്ടത്. നിങ്ങൾ ഈ ഐഡിയ ഡ്രൈവിങ്ങിലൊന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. സാധാരണ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവേഴ്സൊക്കെ ഡ്രൈവിങ്ങിൽ ഈ ഒരു രീതിയിലാണ് ഗിയർ ഷിഫ്റ്റിങ് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെൽ ഐക്കണിൽ ഓൾ അമർത്തി കൊടുക്കാനായിട്ടും കൂടെ ശ്രമിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചെയ്തിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.